നമസ്കാരം. യൂണിറ്റ് 12 ആൽഡിഹൈഡ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ് അതിൻ്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ ചെയ്ത് കാണും എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയത് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ഫ്രം ആൽക്കൈൽ സയനൈഡ് ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിപ്പറേഷൻ ഓഫ് ആരോമാറ്റിക് ആൽഡിഹൈഡ്, that is benzaldehyde and its derivatives from corresponding hydrocarbon. ഒന്നാമതായി ആൽക്കൈൽ ബെൻസീനിൽ നിന്നും എങ്ങനെ ബെൻസാൾഡിഹൈഡ് പ്രിപ്പയർ ചെയ്യാം എന്ന് നോക്കാം. സിംപ്ലസ്റ്റ് ആൽക്കൈൽ ബെൻസീൻ ഏതാ? മീഥൈൽ ബെൻസീൻ ഓർ ടൊളുവീൻ. ടൊളുവീനെ നമുക്ക് സൈഡ് ചെയിൻ ഓക്സിഡേഷൻ നടത്തി ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാം. ടൊളുവീനിൽ CH3 ഗ്രൂപ്പാണ് ബെൻസീൻ റിങ്ങിൽ ലിങ്ക് ചെയ്യുന്നത്. ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓക്സിഡേഷൻ മീൻസ് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓർ അഡീഷൻ ഓഫ് ഓക്സിജൻ ആണ്. ഇവിടെ സൈഡ് ചെയിനിലെ CH3യിൽ നിന്നും 2 ഹൈഡ്രജൻ റിമൂവ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഒരു ഓക്സിജനും ആഡ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ബെൻസാൾഡിഹൈഡ് കിട്ടൂ. നമുക്ക് സാധാരണ ഓർഗാനിക് കെമിസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ് ആൽക്കലൈൻ പൊട്ടാസ്യം പെർമാംഗനേറ്റ്, അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. ഇങ്ങനെയുള്ള സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻറ്റ്സ് ഉപയോഗിച്ചാൽ നമുക്ക് ഓക്സിഡേഷൻ റിയാക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സൈഡ് ചെയിൻ ആൽക്കൈൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആകും. ദിസ് ആൽഡിഹൈഡ് അണ്ടർഗോ ഫർദർ ഓക്സിഡേഷൻ, ഫൈനൽ പ്രോഡക്റ്റ് ബെൻസോയിക് ആസിഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെ ഈ സൈഡ് ചെയിൻ ഓക്സിഡേഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാം എന്ന് നോക്കാം. ഇവിടെ ഉപയോഗിക്കുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ് ക്രോമിക് അൺഹൈഡ്രൈഡ് ഓർ CrO3, അതല്ലെങ്കിൽ ക്രോമൈൽ ക്ലോറൈഡ് യൂസ് ചെയ്യാം. ഇത് ഇക്വേഷൻ നോക്കാം. വെൻ ടൊളുവീൻ ഈസ് ട്രീറ്റഡ് വിത്ത് ക്രോമൈൽ ക്ലോറൈഡ് CrO2Cl2, അവിടെ ഒരു ക്രോമിയം കോംപ്ലക്സ് ആണ് ഉണ്ടാകുന്നത്. ഈ ക്രോമിയം കോംപ്ലക്സ് ഫർദർ ഓക്സിഡേഷനെ റെസിസ്റ്റ് ചെയ്യുന്നു. പിന്നീട് നമുക്ക് ഓക്സിഡേഷൻ നടത്താൻ പറ്റില്ല. ഈ ക്രോമിയം ഓക്സൈഡ് എടുത്ത് ഹൈഡ്രോളൈസ് ചെയ്താൽ ബെൻസാൾഡിഹൈഡ് കിട്ടും. സോ ദിസ് റിയാക്ഷൻ ഈസ് നോൺ ആസ് ഇറ്റാർഡ്സ് ഓക്സിഡേഷൻ. സോ ടൊളുവീൻ ക്യാൻ ബി കൺവേർട്ടഡ് ടു ബെൻസാൾഡിഹൈഡ് ബൈ ഇറ്റാർഡ്സ് ഓക്സിഡേഷൻ. ഇറ്റാർഡ്സ് ഓക്സിഡേഷനിൽ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജൻറ്റ് ഏതാ? ക്രോമൈൽ ക്ലോറൈഡ്. ഓക്കെ, രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കാം. ടൊളുവീനകത്ത് ക്രോമിയം ഓക്സൈഡാണ് യൂസ് ചെയ്യുന്നത് ഇൻ പ്രസൻസ് ഓഫ് അസറ്റിക് അൺഹൈഡ്രൈഡ്. അവിടെ കിട്ടുന്നത് ബെൻസിലിഡീൻ ഡൈ അസറ്റേറ്റ് എന്ന് പറയുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് ആണ്. ഈ ഇൻ്റർമീഡിയറ്റ് ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ഫർദർ ഓക്സിഡേഷൻ നടക്കുന്നില്ല. ദിസ് ഇൻ്റർമീഡിയറ്റ് റെസിസ്റ്റ് നെക്സ്റ്റ് ഓക്സിഡേഷൻ സ്റ്റെപ്പ്. സോ the intermediate on hydrolysis benzaldehyde is formed. So selective ആയിട്ട് side chain alkyl group can be converted to CHO group by using chromium oxide or chromyl chloride. Next, ടൊളുവീനെ ഡയറക്റ്റ് ആയിട്ട് ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാം. രണ്ടാമത്തെ മെത്തേഡാണ് സൈഡ് ചെയിൻ ക്ലോറിനേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രോളിസിസ്. ടൊളുവീനെ ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ നടത്തുക. അതായത് CH3 ഗ്രൂപ്പ് sp3 കാർബൺ ആണ്. ബെൻസീൻ റിങ്ങിലെ കാർബൺ അല്ല, ഏതാ? sp2 ആണ്. sp3 കാർബണിൽ ക്ലോറിനേഷൻ നടത്തണമെങ്കിൽ യൂണിറ്റ് 10 sp3 കാർബണിൽ ക്ലോറിൻ കൊണ്ടുവരുന്ന റിയാക്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ. ഇവിടെയും അത് തന്നെ ചെയ്യുക. എക്സാമ്പിൾ ശ്രദ്ധിക്കൂ.
Toluene is treated with chlorine in presence of sunlight or at high temperature around 773 Kelvin. Mono, chloro, dichloro or trichloro substituted products are formed. ഇവിടെ ബെൻസാൾ ക്ലോറൈഡിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ ക്ലോറിൻ്റെ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോയിലിംഗ് വാട്ടർ ഓർ അക്വസ് ആൽക്കലി ഉപയോഗിച്ചാൽ sp3 കാർബണിലെ ക്ലോറിനെ ഈസി ആയിട്ട് OH വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേ റിയാക്ഷൻ തന്നെ ഇവിടെ യൂസ് ചെയ്യുക. ബെൻസാൾ ക്ലോറൈഡ് വെൻ ബോയിൽഡ് വിത്ത് വാട്ടർ യു വിൽ ഗെറ്റ് ബെൻസാൾഡിഹൈഡ്. എൻ്റെ റിയാക്ഷൻ ഒന്ന് ശ്രദ്ധിക്കൂ. 2 OH ഗ്രൂപ്പാണ് വരുന്നത്. If more than one OH group on same carbon atom, that compound is highly unstable. Immediately eliminate one water molecules. Here the product is benzaldehyde. Okay. Next, conversion of benzene to benzaldehyde. അതായത് സിംഗിൾ സ്റ്റെപ്പിൽ വേറൊരു ഇൻ്റർമീഡിയറ്റും ഇല്ലാതെ തന്നെ ഡയറക്റ്റ് ബെൻസീനെ ബെൻസാൾഡിഹൈഡ് ആക്കി മാറ്റാൻ പറ്റുന്ന ഒരു റിയേജൻ്റ് ആണ് കാർബൺ മോണോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ക്ലോറൈഡ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കൂ. വെൻ ബെൻസീൻ ഈസ് ട്രീറ്റഡ് വിത്ത് കാർബൺ മോണോക്സൈഡ് ആൻഡ് HCl ഇൻ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡ് ഓർ കുപ്രസ് ക്ലോറൈഡ്, benzaldehyde is formed. This reaction is known as Gartermann-Koch reaction. By Gartermann-Koch reaction, we can convert alkyl benzene to corresponding aldehyde. Suppose toluene നിങ്ങൾ Gartermann-Koch reaction നടത്തിയാൽ എന്തായിരിക്കും പ്രോഡക്റ്റ്? CH3 ഗ്രൂപ്പിൻ്റെ പാരാ പൊസിഷനിൽ ഒരു CHO ഗ്രൂപ്പ് കിട്ടും. ദാറ്റ് ഈസ് 4-methyl benzaldehyde. ഇനി നമുക്ക് കീറ്റോൺസിൻ്റെ പ്രിപ്പറേഷൻ പഠിക്കാം. ഫസ്റ്റ്, പ്രിപ്പറേഷൻ ഓഫ് കീറ്റോൺ ഫ്രം അസൈൽ ക്ലോറൈഡ്. എന്താണ് അസൈൽ ക്ലോറൈഡ്? കാർബോക്സിലിക് ആസിഡിൻ്റെ C+OH ഫങ്ഷണൽ ഗ്രൂപ്പ്, അതിലെ OH റീപ്ലേസ് ചെയ്ത് ഹാലജൻ വന്നാൽ ദാറ്റ് ഈസ് കാൾഡ് അസൈൽ ഹാലൈഡ്. ഫോർ എക്സാമ്പിൾ, അസറ്റൈൽ ക്ലോറൈഡ് CH3COCl ഓർ എത്തനോയിൽ ക്ലോറൈഡ്. This is treated with dialkyl cadmium. ഇവിടെ ഇക്വേഷൻ ശ്രദ്ധിക്കുക. CH3C+OCl is treated with C2H5-CD. Diethyl cadmium ആണ്. അവിടെ 2 മോളിക്യൂൾസ് ആസിഡ് ക്ലോറൈഡ് ഡൈഇഥൈൽ കാഡ്മിയം ആയിട്ട് ചേർന്ന് you will get CH3COC2H5. That means CH3CO CH2CH3 butanone കിട്ടും. ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ത്രൂ ആസിഡ് ക്ലോറൈഡ് 1 carboxylic acid can be converted to higher ketone. For example, convert acetic acid to butanone. ഇവിടെ ethanoic acid or acetic acid is converted to ethanoyl chloride. Ethanoyl chloride when treated with diethyl cadmium, we will get butanone. Next, preparation of ketone from alkyl cyanide or nitrile. ആൽക്കൈൽ സയനൈഡിനെ ആൽഡിഹൈഡ് ആക്കി മാറ്റുന്ന റിയാക്ഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അതിന് ഉപയോഗിച്ച റിയേജൻ്റ് ഏതായിരുന്നു? ഓക്കെ, സ്റ്റാനസ് ക്ലോറൈഡ് HCl ഓർ ഡൈബാൽ H. സ്റ്റീഫൻ റിയാക്ഷനൊക്കെ ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ ഗ്രിനാർഡ് റിയേജൻ യൂസ് ചെയ്താൽ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. CH3CH2CN, അതിൻ്റെ പേരെന്താ? പ്രൊപ്പെയിൻ നൈട്രിൽ ഓർ ഈഥൈൽ സയനൈഡ്. ഇവിടെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് C6H5MgBr, ഫിനൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ്. ഫിനൈൽ മാഗ്നീഷ്യം ബ്രോമൈഡ് അണ്ടർഗോ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. C6H5 ഗ്രൂപ്പ് സയനൈഡിൻ്റെ കാർബണുമായിട്ടും MgBr നൈട്രജനും ആയിട്ട് ആഡ് ചെയ്യുന്നു. അവിടെ കിട്ടുന്ന ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റിനെ ഹൈഡ്രോളൈസ് ചെയ്താൽ വി വിൽ ഗെറ്റ് കീറ്റോൺ. ഇവിടെ കിട്ടിയ കീറ്റോണിൻ്റെ പേര് 1-ഫിനൈൽ പ്രൊപ്പനോൺ. ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ലോവർ ആൽക്കൈൽ ക്ലോറൈഡ്, എക്സാമ്പിൾ ഈഥൈൽ ക്ലോറൈഡ്, അതിനെ ബ്യൂട്ടനോൺ ആക്കി മാറ്റണം. ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. ലോവർ ആൽക്കൈൽ ക്ലോറൈഡ്, ഫോർ എക്സാമ്പിൾ CH3Cl, മീഥൈൽ ക്ലോറൈഡ്,
It can be converted to propanone. Carbon number നമുക്ക് increase ചെയ്യിക്കണം. എൻ്റെ മെത്തേഡ് നോക്കാം. Methyl chloride, it is converted to methyl cyanide by nucleophilic substitution using potassium cyanide. When methyl cyanide is treated with methyl magnesium bromide CH3 MgBr followed by hydrolysis, the product is CH3COCH3. That means chloromethane can be converted to propanone by this method. Next, preparation of aromatic ketone by Friedel-Crafts acylation. എന്താണ് Friedel-Crafts reagent? Anhydrous aluminum chloride. That means in benzene or toluene we can conduct Friedel-Crafts acylation using acyl chloride and anhydrous aluminum chloride. ഇത് നമ്മൾ ആൾറെഡി പഠിച്ചിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഇക്വേഷൻ ശ്രദ്ധിക്കുക. When benzene is treated with CH3COCl ethanol chloride in presence of Friedel-Crafts reagent, you will get acetophenone. ഇവിടെ CH3COCl ന് പകരം you can take benzoyl chloride C6H5COCl. Second example ശ്രദ്ധിക്കൂ. When benzene is treated with a benzoyl chloride in presence of anhydrous aluminum chloride. ഇവിടെ benzoyl carbocation ആണ് H+ നെ റീപ്ലേസ് ചെയ്യുന്നത്. By electrophilic substitution reaction we will get C6H5COC6H5. It is benzophenone. Okay. Next, physical properties of aldehyde and ketones. In aldehyde and ketones, we can see dipole-dipole interaction. Come to the physical state of aldehyde and ketones. Methanol HCHO or formaldehyde is a gas at room temperature. അതേസമയം higher aldehyde and ketones are either liquid or solid. അസറ്റാൽഡിഹൈഡ്, ബെൻസാൽഡിഹൈഡ്, അസറ്റോൺ ഒക്കെ ലിക്വിഡ്സ് ആണ്. ആൽഡിഹൈഡ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്ന കാർബോഹൈഡ്രേറ്റ് ആയ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ് നിങ്ങൾക്ക് പരിചയമാണ്. ഗ്ലൂക്കോസ് ഈസ് പെൻറ്റാഹൈഡ്രോക്സി ഹെക്സനാൽ, ഫ്രക്ടോസ് ഈസ് പെൻറ്റാഹൈഡ്രോക്സി ഹെക്സനോൺ ആണ്. ഇത് രണ്ടും സോളിഡ്സ് ആണ്. നാഫ്താൽഡിഹൈഡ്, നാഫ്തലീനിൽ ഒരു CHO ഗ്രൂപ്പ് വരുന്നത്, ഇത് സോളിഡ് ആണ്. അപ്പോൾ ഹയർ മെമ്പേഴ്സ് സോളിഡ്സ് ആണ്. ആസ് ദ സൈസ് ഇൻക്രീസസ് intermolecular force of attraction increases. Lower members ആയ formaldehyde, acetaldehyde and acetone, they are fairly soluble in water. കാരണം these aldehyde and ketones can form intermolecular hydrogen bonding with the water. As the size of alkyl group increases, non-polar character increases, solubility decreases. But these aldehydes and ketones are highly soluble in organic solvents. ഈ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ലോവർ മെമ്പേഴ്സിന് പഞ്ചൻ സ്മെല്ലാണ്. ഫോമാൽഡിഹൈഡിൻ്റെ സ്മെല്ല് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. സ്പെസിമെൻ പ്രിസർവ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഫോമാൽഡിഹൈഡ്. 40% ഫോമാൽഡിഹൈഡ് ഈസ് നോൺ ആസ് ഫോമാലിൻ വിച്ച് ഈസ് യൂസ്ഡ് ആസ് സ്പെസിമെൻ പ്രിസർവേറ്റീവ്. അവിടെ ബോട്ടിലൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സ്മെല്ലാണ്, പഞ്ചൻ സ്മെല്ലാണ് ലോവർ മെമ്പേഴ്സ്. ഫോർ ഹയർ മെമ്പേഴ്സ് the odor become less pungent and more fragrant. Many naturally occurring aldehydes and ketones are used in perfumes and flavoring agents. ഈ തന്നിരിക്കുന്ന ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ബ്യൂട്ടേൻ, മീതോക്സി ഈഥേൻ, പ്രൊപ്പനാൽ, അസറ്റോൺ ആൻഡ് പ്രൊപ്പാൻ 1-ol ആണ്. ഇവരുടെ മോളിക്കുലർ മാസ് കമ്പയറബിൾ റേഞ്ച് 58 തൊട്ട് 60 വരെയുള്ള മോളിക്കുലർ മാസ്സാണ്. ഇതിൽ ബ്യൂട്ടൈൻ ആണ് ബോയിലിംഗ് പോയിൻ്റ് ഏറ്റവും കുറവ് 273 കെൽവിൻ, ദാറ്റ് ഈസ് 0 ഡിഗ്രി സെൽഷ്യസ്. മീതോക്സി ഈഥേൻ ഈതർ വരുമ്പോൾ ബോയിലിംഗ് പോയിൻ്റ് 281 ആയി. പ്രൊപ്പനാൽ ആൽഡിഹൈഡ് 322 ആണ്. കീറ്റോൺ ഓർ അസറ്റോൺ 329, ആൽക്കഹോൾ ആയപ്പോൾ 370 ആണ്.
ഇവിടെ കമ്പയറബിൾ മോളിക്കുലാർ മാസ് ഉള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് ചെക്ക് ചെയ്താൽ ഹൈഡ്രോ കാർബൺ ആൽക്കൈൻസിന് ലോവർ ബോയിലിംഗ് പോയിൻ്റ് ആണ്. കാരണം അവിടെ വീക്ക് ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ്, വീക്ക് വാൻ ഡെർ വാൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. ആൽക്കഹോളിൽ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ സ്ട്രോങ് ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. In aldehyde and ketones, the intermolecular force of attraction is dipole-dipole interaction. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തുക. Arrange the following compounds in the increasing order of boiling points. Next, chemical reactions of aldehyde and ketones. ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഫസ്റ്റ് റിയാക്ഷൻ ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. എന്താണ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ? An addition reaction initiated by a nucleophile is known as nucleophilic addition. In aldehyde and ketone, addition reaction occur across the C double bond O group. Suppose HCN എന്ന റിയേജൻ്റ് ആണ് ആൽഡിഹൈഡിൽ ഉപയോഗിക്കുന്നതെങ്കിൽ HCN split up into two ions H plus and Cn minus. Here H plus is known as electrophile and Cn minus is known as nucleophile. ഇവിടെ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് Cn minus ആണ്. Cn minus attack the carbonyl carbon. In presence of nucleophile cyanide, the carbon oxygen pi electron displays towards more electronegative oxygen atom. That is electromeric shift നടക്കും. ഓക്കെ, ഇവിടെ ഇലക്ട്രോമെറിക് ഷിഫ്റ്റ് നടന്നാൽ കാർബണ് പോസിറ്റീവ് സെൻറ്റർ, ദാറ്റ് മീൻസ് ഒരു എം ടി ഓർബിറ്റലും ഓക്സിജന് ഒരു ഫിൽഡ് പി ഓർബിറ്റലും കിട്ടും. ഈ എം ഡി പി ഓർബിറ്റലിൽ ന്യൂക്ലിയോഫൈൽ ബോണ്ട് ഫോം ചെയ്ത് sp2 ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റിൽ നിന്നും sp3 സ്റ്റേറ്റിലേക്കുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആൽക്കോക്സൈഡ് കിട്ടും. അതായത് പ്ലാനാർ ട്രയാങ്കുലാർ സ്ട്രക്ചർ ചേഞ്ചസ് ടു tetrahedral alkoxide. Okay, this intermediate alkoxide ion captures H plus from the reaction medium, giving the final product. ഇവിടെ എന്തുകൊണ്ട് ഇലക്ട്രോഫിലിക് അഡീഷൻ റിയാക്ഷൻ നടക്കുന്നില്ല? HCN ആഡ് ചെയ്താൽ H പ്ലസ് എന്തുകൊണ്ട് അഡീഷൻ റിയാക്ഷനെ ഇനിഷ്യേറ്റ് ചെയ്യുന്നില്ല? അതിന് കാരണം ഇവിടെ എച്ച് പ്ലസ് ആണ് അഡീഷൻ റിയാക്ഷന് തുടക്കം കുറിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻ്റർമീഡിയറ്റ് കാർബോകാറ്റയോൺ ആയിരിക്കും, കാർബണിന് പോസിറ്റീവ് ചാർജ്. അതേസമയം ന്യൂക്ലിയോഫൈൽ ആയ Cn മൈനസ് ആണ് അഡീഷൻ റിയാക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഒരു ടെട്രാഹീഡ്രൽ ആൽക്കോക്സൈഡ് ആണ്. അവിടെ ഓക്സിജന് നെഗറ്റീവ് ചാർജാണ്. ഇവിടെ കാർബണും ഓക്സിജനും ഇലക്ട്രോ നെഗറ്റീവാണ്. ഇലക്ട്രോ നെഗറ്റീവ് കാർബണ് പോസിറ്റീവ് ചാർജ് വരുന്നു. സെക്കൻഡ് കേസിൽ ഇലക്ട്രോ നെഗറ്റീവ് ഓക്സിജന് നെഗറ്റീവ് ചാർജ് വരുന്നു. ദാറ്റ് ഇൻ്റർമീഡിയറ്റ് ഈസ് ഹൈലി സ്റ്റേബിൾ. അപ്പോൾ സ്റ്റേബിൾ ഇൻ്റർമീഡിയറ്റ് ഏതാണോ ആ പാത്തിൽ കൂടെ ആയിരിക്കും റിയാക്ഷൻ നടക്കുന്നത്. നെക്സ്റ്റ്, കമ്പാരിസൺ ഓഫ് ദി റിയാക്ടിവിറ്റി ഓഫ് ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസ് ടുവേഴ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ. Which is more reactive towards nucleophilic addition, propanol or propanone? ഇവിടെ aldehyde is more reactive than ketone. കാരണം in ketone the carbonyl carbon is connected with two bulky alkyl group. അതേസമയം ആൽഡിഹൈഡിൽ ഒരു ഹൈഡ്രജൻ, ഒരു സ്മോൾ ഹൈഡ്രജൻ ആറ്റവും പിന്നെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമാണ്. So the carbonyl carbon is sterically protected in ketone and ketone resist the attack of nucleophile. അതാണ് steric reason or steric hindrance എന്ന് പറയുന്നത്. Due to steric reason, aldehyde is more reactive than ketone in nucleophilic addition reaction. രണ്ടാമത്തെ റീസൺ പറയുന്നത് in ketone the carbonyl carbon രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്യുന്നത് കൊണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ് ഷോസ് പ്ലസ് ഐ എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. Due to plus I effect, the electrophilicity of carbonyl carbon decrease ചെയ്യുന്നു. So due to steric and electronic reason, ketones are less reactive than aldehyde. അതുപോലെ തന്നെ which is more reactive?
benzaldehyde or propanol towards nucleophilic addition reaction. In benzaldehyde, the CHO group is directly connected with a conjugated benzene ring, alternate single bond and double bonded system ആണ്. ഇവിടെ -R effect നമുക്ക് കാണാം. റെസൊണൻസ് ശ്രദ്ധിക്കുക. Due to this -R effect, pi electron delocalized and electron density around the carbonyl carbon increases. അവിടെയും ഇലക്ട്രോഫിലിസിറ്റി ഓഫ് കാർബണൈൽ കാർബൺ ഡിക്രീസ് ചെയ്യുന്നു. സോ ബെൻസാൾഡിഹൈഡ് ഈസ് ലെസ് റിയാക്റ്റീവ് ദാൻ പ്രൊപ്പനാൽ ടുവേഴ്സ് ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ. ഇനി നമുക്ക് ന്യൂക്ലിയോഫിലിക് അഡീഷൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഫസ്റ്റ് വൺ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ സയനൈഡ്. ഇവിടെ നോക്കാം, CH3CHO എത്തനാൽ ഈസ് ട്രീറ്റഡ് വിത്ത് HCN. അക്രോസ് C ഡബിൾ ബോണ്ട് ഓഫ് കാർബൺ, ദ പ്രോഡക്റ്റ് ഈസ് കാർബണിൻ്റെ കൂടെ സയനൈഡും ഓക്സിജൻ്റെ കൂടെ ഹൈഡ്രജനും വരുന്നു. ദിസ് പ്രോഡക്റ്റ് ഈസ് നോൺ ആസ് അസറ്റാൽഡിഹൈഡ് സയനോഹൈഡ്രേറ്റ്. അതിൻ്റെ IUPAC നെയിം എന്ന് പറയാമോ? ഇറ്റ്സ് IUPAC നെയിം ഈസ് 2-hydroxypropane nitrile. Second example, addition of sodium bisulfite. Sodium bisulfite undergo ionization gives Na plus and HSO3 minus. ഇവിടെ ശ്രദ്ധിക്കുക, when a carbonyl compound is treated with sodium bisulfate, ഓക്സിജൻ്റെ കൂടെ Na പ്ലസും കാർബണിൻ്റെ കൂടെ ന്യൂക്ലിയോഫൈൽ ആയ O മൈനസ് ആണ് ലിങ്ക് ചെയ്യുന്നത്. SO3Hലെ O മൈനസ് ആണ് അവിടുത്തെ ന്യൂക്ലിയോഫൈലായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഇൻ്റർമീഡിയറ്റിൽ പ്രോട്ടോൺ ഷിഫ്റ്റ് നടന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് SO3Na-യും OH ആണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ്, സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഇറ്റ് ഈസ് എ ക്രിസ്റ്റലൈൻ സോളിഡ്. So this is used for the separation of carbonyl compounds from non-carbonyl compounds. ഈ സോഡിയം ബൈസൾഫേറ്റ് അഡീഷൻ കോമ്പൗണ്ട്സ് ഫിൽട്ടർ ചെയ്തെടുത്ത് ഹൈഡ്രോളൈസ് ചെയ്താൽ നമുക്ക് പേരൻ്റ് ആൾഡിഹൈഡ് തിരിച്ച് കിട്ടും. സോ sodium bisulfate addition reaction is used for the purification of aldehydes. നോക്കാം, when aldehyde is treated with alcohol, RO minus connected with the carbonyl carbon, H plus with the oxygen atom, intermediate is hemiacetal. ഇവിടുത്തെ എക്സാമ്പിൾ ശ്രദ്ധിക്കുക, CH3CHO when it is treated with methanol, CH3OH, the product is CH3CHOH അതായത് OCH3 methoxy group connected with the carbonyl carbon. അതിൻ്റെ IUPAC നെയിം എന്താ? ഇതൊരു ഹെമി അസറ്റൽ ആണ്. അതിൻ്റെ IUPAC നെയിം ഈസ് methoxyethanol, 1-methoxyethanol. ഓക്കെ, ഇത് വീണ്ടും മെത്തനോളുമായിട്ട് റിയാക്ട് ചെയ്താൽ ദ ഫൈനൽ പ്രോഡക്റ്റ് ഈസ് അസറ്റൽ. ഇവിടുത്തെ പ്രോഡക്റ്റ് CH3CH, അതിൽ 2 ആൽക്കോക്സി ഗ്രൂപ്പാണ്, 2 മീത്തോക്സി ഗ്രൂപ്പാണ്. ഇവിടെ കിട്ടുന്നത് ജെം ഡൈ ആൽക്കോക്സി കോമ്പൗണ്ടാണ്. ഈ കിട്ടിയ പ്രോഡക്റ്റിൻ്റെ IUPAC നെയിം 1,1-dimethoxyethane. നെക്സ്റ്റ്, അഡീഷൻ ഓഫ് അമോണിയ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ്. ഇവിടെ നോക്കാം, കാർബണൈൽ ഗ്രൂപ്പിൽ NH2Z എന്ന ഒരു കോമ്പൗണ്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. കാർബണൈൽ ഗ്രൂപ്പിൽ അമോണിയ ഓർ അമോണിയ ഡെറിവേറ്റീവ് ആഡ് ചെയ്യുമ്പോൾ H പ്ലസ് ഇലക്ട്രോഫൈലും NH മൈനസ് ആണ് ന്യൂക്ലിയോഫൈലം. ഇവിടെ കാർബണിൻ്റെ കൂടെ നൈട്രജൻ ലിങ്ക് ചെയ്യുന്നു, ഓക്സിജൻ്റെ കൂടെ H പ്ലസ് ലിങ്ക് ചെയ്ത് ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോഡക്റ്റ് കിട്ടുന്നു. ഈ കിട്ടിയ ഇൻ്റർമീഡിയറ്റിൽ നിന്നും വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്ത് സ്റ്റേബിൾ പ്രോഡക്റ്റ് ആയിട്ട് മാറുന്നു. ഈ ചാർട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അമോണിയ യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ പേര് ഇമീൻസ് എന്നാണ്. പ്രൈമറി അമീൻ ആണെങ്കിൽ ദ പ്രോഡക്റ്റ് ഈസ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഇമീൻസ് ഓർ ഷിഫ്റ്റ്സ് ബേസ് എന്ന് വിളിക്കുന്നു. ദെൻ NH2OH ഹൈഡ്രോക്സിൽ അമീൻ യൂസ് ചെയ്യുമ്പോൾ കിട്ടിയ പ്രോഡക്റ്റ് ഓക്സിം ആണ്. ദെൻ ഫിനൈൽ ഹൈഡ്രസീൻ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഫിനൈൽ ഹൈഡ്രസോൺ ആണ്.
അതേപോലെ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസീൻ ഓർ 2,4-DNB എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു റിയേജൻ ഓർ ബോർഷ്യസ് റിയേജൻ്റ് എന്നും വിളിക്കുന്നു. അവിടെ കിട്ടുന്നത് ഒരു ക്രിസ്റ്റലൈൻ പ്രോഡക്റ്റ് 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസോൺ. ദെൻ ഹൈഡ്രസീൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ NH2 സിംഗിൾ ബോണ്ട് NH2, ദ പ്രോഡക്റ്റ് ഈസ് ഹൈഡ്രസോൺ. സെമി കാർബസൈഡ് യൂസ് ചെയ്താൽ കിട്ടുന്ന പ്രോഡക്റ്റ് സെമി കാർബസോൺ. ഈ റിയാക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഇവിടെ കിട്ടുന്ന പ്രോഡക്ട്സ് ഒക്കെ തന്നെ ക്യാരക്ടറിസ്റ്റിക് കളർ കാണിക്കുന്നു. So this reaction is used for the characterization of carbonyl compound from non-carbonyl compound. Example, 2,4-DNB or Borsius reagent is used to identify the presence of carbonyl compound. When an aldehyde or ketone is treated with 2,4-DNB, aldehyde in 2,4-dinitrophenyl hydrazone ഓർ കീറ്റോണിൻ്റെ 2,4-ഡൈനൈട്രോഫിനൈൽ ഹൈഡ്രസോൺ കിട്ടുന്നു. ഇതിന് ഒരു ഓറഞ്ച് യെല്ലോ കളർ ആണ്. അതേസമയം നോൺ കാർബണൈൽ കോമ്പൗണ്ട് ഈ റിയാക്ഷൻ തരുന്നില്ല. സോ ബോർഷ്യസ് റിയേജൻ ഈസ് യൂസ്ഡ് ആസ് എ ടെസ്റ്റ് ഫോർ കാർബണൈൽ കോമ്പൗണ്ട്. ഈ ഇക്വേഷൻ ശ്രദ്ധിക്കുക. ഐഡൻറ്റിഫൈ ദ പ്രോഡക്റ്റ് വെൻ അസറ്റാൽഡിഹൈഡ് ഈസ് ട്രീറ്റഡ് വിത്ത് ഹൈഡ്രോക്സിൽ അമീൻ. ഇറ്റ് ഈസ് അസറ്റാൽഡിഹൈഡ് ഓക്സി. The second equation, what is the product when acetone is treated with phenyl hydrazine? Acetone phenyl hydrazone. ഇതുപോലെ നേരത്തെ സൂചിപ്പിച്ച അമോണിയ ഡെറിവേറ്റീവ്സ് ഉപയോഗിച്ച് ആൽഡിഹൈഡിൻ്റെയും അതായത് അസറ്റാൽഡിഹൈഡും അസറ്റോണും എക്സാമ്പിളാക്കി എടുത്ത് നിങ്ങൾ എല്ലാ ഇക്വേഷൻസും എഴുതി പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺസിൻ്റെ ബാക്കിയുള്ള റിയാക്ഷൻസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.